ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെ സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കടയിൽ നിർത്തി. അങ്ങനെ ചൂടുള്ള ഒരു പാൽ ചായ വാങ്ങിച്ചു കേട്ടോ. എവിടെ പോയാലും പിന്നെ ചായ സ്ഥിരമുള്ളതാണല്ലോ. പിന്നെ കൂടെ കഴിക്കാൻ കായ ബജ്ജിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളതെന്ന്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് കയറി. അങ്ങനെ പച്ചക്കറികളൊക്കെ ഒരു വിധത്തിൽ വാങ്ങി. പിന്നെ കുറച്ച് പാല്, മുട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് മീൻ മേടിക്കാനാണ് കേട്ടോ. പിറ്റേ ദിവസം എൻ്റെ അമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങി. അയില കേട്ടോ വാങ്ങിയത്. അയിലൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഇത് അയച്ചുകൊട്ടിന് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഞ്ഞിയൊക്കെ കൊടുത്ത് പിന്നെ ആ ചേച്ചി അപ്പോഴേക്കും കായ ബജ്ജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കായ ബജ്ജിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടിയ പിന്നെ നല്ല രസമാണ്. ഞങ്ങൾക്ക് നേരം പോണതേ അറിയില്ല കേട്ടോ. അപ്പോൾ ഇച്ചുകുട്ടൻ അപ്പുറത്ത് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ കായ ബജ്ജി കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇച്ചുകുട്ടൻ്റെ പാട്ടായി കേട്ടോ. ഇച്ചുകുട്ടൻ അച്ഛനും കൂടി അച്ഛൻ്റെ ഒപ്പം പാട്. ആദ്യം ആ പാട് പാട്. അമ്പലപ്പുഴ എന്തു പരിഭവം കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ. കുറച്ച് നേരം പാടിയപ്പോൾ തന്നെ അവൻ്റെ മൂഡ് പോയി. പിന്നെ അവൻ കളിക്കാൻ നിൽക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാത്തിനും ഒരു മൂഡുണ്ട്. പക്ഷേ പാട്ടൊക്കെ അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. പാട്ട് പാടാനും കേൾക്കാനൊക്കെ അവന് പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ എല്ലാത്തിനും ഒരു മൂഡ് വേണം, എന്നാലേ അവൻ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രാത്രിക്കുള്ള പരിപാടികളൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. രാത്രി രാവിലത്തെ മീൻ പൊനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വറക്കാൻ നോക്കുകയാണ് കേട്ടോ. ചേച്ചിയാണ് വറക്കണ ആളെ. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നാലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഇച്ചുകുട്ടനുള്ളിൽ നല്ല കളിയാണ് കേട്ടോ. ബഹളം കേട്ട് പോയി നോക്കിയതാണ് അവന്. പിന്നെ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് രണ്ട് അപ്പു എവിടെ പല്ലിക്കാണ് കേട്ടോ ഈ അപ്പു എന്ന് പറയണത്. അങ്ങനെ പല്ലീനൊക്കെ നോക്കി നിന്നിട്ട് ഇച്ചുട്ടന് ഇതാ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങാനിട്ടിട്ട് ഏട്ടന് മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാ ചേച്ചി ഓംലേറ്റ് ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. ഏട്ടനാണെങ്കിൽ മീൻ കഴിക്കില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ രാത്രി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട ഉണ്ടാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. രാവിലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാർ, ഉപ്പേരി, മീൻ വറുത്തത്, അങ്ങനെ രാവിലത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഥകളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു രസമുള്ള കാര്യമല്ലേ. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ.